ചങ്കൂറ്റം ഒന്നുകൊണ്ട് ചങ്ങാടം അഴിച്ച് വിട്ടേ. അതല്ലല്ലോ, പാട്ടതല്ല. നമ്മുടെ പാട്ടെന്ന് പറഞ്ഞാൽ എന്റെ വീട്ടു തോട്ടത്തില് പൂവിനോടൊക്കെ ചോദിച്ചു നോക്കൂ എന്ന ഗാനവുമായി നമ്മൾ സ്വാഗതം ചെയ്യുന്നു രേണു സുധി. നമുക്ക് കേട്ടോ. ഈ പൂവിനോടും കേട്ട് അവിടുത്തെ ജനൽ കമ്പിയോടും കേട്ട് ഇനി അതിന്റെ ചീത്തവിളിയും കൂടെ നമ്മൾ കേൾക്കണം. നമ്മൾ ഇപ്പൊ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ വളരെ ധാരാളം. ഇപ്പൊ രേണു എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ രേണു നാട്ടിലേക്ക് വന്ന് ലാൻഡ് ആയിട്ടുണ്ട്. ലാൻഡ് ആകുന്നതിന് മുമ്പ് ഈ എക്സ്ക്ലൂസീവ് ആയിട്ട് 1-2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. രേണു നാട്ടിൽ വന്ന് ലാൻഡ് ചെയ്തതിനു ശേഷം കിച്ചുവിനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. രേണുവിന്റെ ഒരു സൂപ്പർ കിടുക്കാച്ചി അൽക്കോയുടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇത്രയാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യം നിന്റെ വീട്ടിൽ തോട്ടത്തിൽ പൂവിനോട് ചോദിച്ചു നോക്ക്, അവിടുത്തെ ജനലിനെ കമ്പിയോട് ചോദിച്ചു നോക്കെന്ന് പറഞ്ഞില്ലേ, ആ വസ്ത്രധാരണം നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് രേണു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കുറെ നാളുകൊണ്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ വിവരം കേട്ട കുറെ വിവരദോഷികൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ദാറ്റ് വിവരദോഷികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോ ഇതേ വസ്ത്രധാരണം വെച്ചിട്ട് പുള്ളിക്കാരി മറ്റൊരു ഡാൻസ് കൂടെ കളിച്ചു. നമുക്കൊന്ന് കാണാം. ഇത് കണ്ടല്ലോ. മറ്റേ ഇതാ നാണമൊക്കെ വന്ന കുടുംബിനിയാണ്, തുളസിക്കതിർ ചൂടി അതൊക്കെയാണെന്ന് തോന്നുന്നു ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും പുല്ലാട്ടെ. ഓക്കെ, നമുക്കിനി രേണുവിന്റെ വിഷയത്തിലേക്ക് വരാം. രേണു എയർപോർട്ടിൽ വരുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടു. ഏതാ എക്സ്ക്ലൂസീവ് സാധനം, പ്ലെയിനിൽ കയറി എന്നുള്ളത് അറിയിക്കണമല്ലോ ഏത് സബ്സ്ക്രൈബേഴ്സിനെ. എപ്പോഴും ഞാൻ ദുബായിലാണ് എന്ന് പറയുന്ന ആള് ദുബായിൽ നിന്ന് വരുമ്പോൾ അറിയിക്കണം. അപ്പൊ നമ്മളെ അറിയിക്കും. സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരെയാണ് പുള്ളിക്കാരി ആദ്യം അറിയിച്ചത്. അത് കഴിഞ്ഞിട്ടേ നമ്മളിപ്പോൾ സാധാരണക്കാരൊക്കെ അറിയത്തുള്ളൂ. ഇവിടെ ഇട്ട സാധനം നമുക്ക് കാണാം. കൊലുസ് കാണിക്കണം, മോദം കാണിക്കണം. പുള്ളിക്കാരി കൊലുസ് കാണിച്ചാണോ അതോ മോതിരം കാണിച്ചാണോ കൂട്ടക്സ് കാണിച്ചാണോ? പൊതുവെ ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോ ഇപ്പൊ ഞാനാണെങ്കിലും എക്സൈറ്റ്മെന്റ് നമ്മൾ ഈ സ്കൈ ആണ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത്. ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിനകത്തെ തറ കാണിക്കുന്നൊക്കെ ഞാൻ കാണുന്നത്. ഏതായാലും പുള്ളിക്കാരി അവിടുന്ന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അവതരിപ്പിച്ചു. പുള്ളിക്കാരി ഇവിടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും വിവാദമായിട്ട് നിൽക്കുന്ന കാര്യം എന്താ, കിച്ചുവായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് ഏറ്റവും വലിയ വിവാദമായിട്ട് നിൽക്കുന്നത്. അപ്പൊ കിച്ചുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് മൊത്തം ചോദിച്ചത്. നമുക്ക് 1-2 ചോദ്യത്തിനുള്ള ഉത്തരവ് വേണ്ട നോക്കാം. ചെയ്യണമല്ലോ, കടമ അതാണ്. ചെയ്തിട്ടുണ്ട്. ഇപ്പം 22 വയസ്സായി കുട്ടിക്ക്. ആ കുട്ടി സ്വന്തമായിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാറായി. ഏത് ആ കുട്ടി സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ പറയാൻ പ്രാപ്തമായി എന്ന് തന്നെയല്ലേ രേണു പറഞ്ഞത്? എന്നിട്ട് രേണു തന്നെയല്ലേ പറഞ്ഞു ആരുടെ കണ്ടോ ഇൻഫ്ലുവൻസിനകത്ത് പറഞ്ഞു. ഇൻഫ്ലുവൻസിൽ പറഞ്ഞോ സ്വന്തമായി പറഞ്ഞു? ഇതിങ്ങനെ ഇടക്കിടയ്ക്ക് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു പറയട്ട്? ഏതെങ്കിലും ഒന്ന് പറ. ഒന്നെങ്കിൽ പറ ഷെഫീന ബീവിയുടെ ഇൻഫ്ലുവൻസിൽ അവനെ കൊണ്ട് അങ്ങനെ പറയിച്ചു, അവൻ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിവില്ലാത്തടത്തിനാണ്, അവൻ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറ. അല്ലെങ്കിൽ പറ അവൻ സ്വന്തമായിട്ട് അവന്റെ മനസ്സിൽ തോന്നിയ സാധനം പറഞ്ഞു, അവൻ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിവുള്ളതിനാണ്, ഒരു ബാഹ്യശക്തിക്ക് അവനെ മറ്റേ സ്വാധീനിക്കാൻ പറ്റത്തില്ലെന്ന് പറ. ഇത് അന്നേരം ഒന്ന് പറയും, ഇന്നേരം ഒന്ന് പറയും, പിന്നൊന്ന് പറയും. നിങ്ങൾ ഇങ്ങനെ വായി തോന്നുന്നതൊക്കെ പല സമയത്തായിട്ട് പലയിടങ്ങളിലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വെളുപ്പിക്കാൻ പണിയെടുക്കുന്ന 2 ടീംസ് എന്തോരം മെഴുകും നിങ്ങൾക്കറിയാവോ? അവരെ ഓർത്തിട്ടെങ്കിലും നിങ്ങൾക്കൊന്ന് സഭ്യമായിട്ട് അവർക്ക് പണി ഈസിയാക്കി കൊടുക്കുന്ന രീതിയിലെങ്കിലും ചെയ്തൂടെ? ഒരു സൈഡിൽ നിന്ന് അവരിങ്ങനെ വെള്ള പൂശി വരും, ഇപ്പുറത്തൊന്ന് രേണു കരിവയിൽ ഒഴിച്ച് വരും. ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാകുന്നത്? നിങ്ങൾ ഫസ്റ്റ് സംസാരിച്ചൊരു ധാരണയിലെത്തണം. നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ സജീവി ഇത് പുഴുകുന്നുണ്ട് കഴിഞ്ഞ ദിവസം. പറയട്ടെ, എനിക്ക് എന്തായാലും സുധിച്ചേട്ടന്റെ മക്കൾ തന്നെയാണ്, എന്റെ മക്കൾ തന്നെയാണ്. ഞാൻ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. ആ ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നു കേട്ടോ. കാരണം ഇവര് ഒരിടത്തും വന്നിട്ട് കിച്ചുവിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ഇവരതിന് പകരം ചെയ്യിക്കുന്നത് ഇവരുടെ ശിങ്കിടികളുണ്ടല്ലോ, ശിങ്കിടികളെ കൊണ്ട് പറയിക്കും. എന്നിട്ട് അതെടുത്ത് സ്റ്റോറി ഇടും. എനിക്ക് പറയാനുള്ളതുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ. പക്ഷെ ഞാൻ പറയത്തില്ല. ഞാൻ എത്രക്കാരൻ അഹിയെ മോശം എന്ന് പറഞ്ഞാൽ മോശം ഞാനത് പറയത്തില്ല. പക്ഷെ അവളന്മാരോട് ഞാൻ എല്ലാ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവളന്മാര് പറയും, അത് ഞാൻ സ്റ്റോറി ഇടും. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, രേണുവിന്റെ സ്ക്രീൻഷോട്ട് സജീനയ്ക്കൊക്കെ ആക്സസ് കൊടുത്തേക്കുവാണോ? സജീനയും ശ്രീതു അത് എടുത്തിട്ട് ഇതാണ് രേഖ എന്ന് പറഞ്ഞ് കാണിക്കുന്നില്ല. അപ്പൊ രേണു അയച്ചു കൊടുത്തു തന്നെയല്ലേ? പക്ഷെ ഞാൻ കുറ്റം പറയത്തില്ല. ആ ടെക്നോളജി എനിക്ക് മനസ്സിലായിട്ടില്ല. കുറ്റം പറയുന്നെങ്കിൽ കുറ്റം പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ കേസാണ്. കിച്ചു വന്ന് നിങ്ങൾക്കെതിരെ സംസാരിച്ചല്ലോ, നിങ്ങൾക്ക് സംസാരിക്കുള്ളൂ, നിങ്ങൾക്ക് സംസാരിക്കാം. കിച്ചു പറയുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാം. പക്ഷെ തെറ്റാണെങ്കിലേ പറയാവൂ. കിച്ചു പറയുന്നത് ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല. അതൊന്നും ഉണ്ടായിരുന്നു ബാക്കിയൊക്കെ. സ്വന്തം മക്കള് എന്ത് ചെയ്താൽ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും തോന്നും. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് എന്റെ അമ്മയ്ക്ക് അത് തോന്നും.
അതിന്റെ കുഴപ്പമാ. എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാതാപിതാക്കൾ അത് തിരുത്തി കൊടുക്കണം. അങ്ങനെ തിരുത്തി കൊടുക്കാത്തതിന്റെ കുഴപ്പമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിച്ചു ചെയ്യുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾ തിരുത്തി കൊടുക്കണം. നിങ്ങൾ ചെയ്യുന്ന തെറ്റിനെ നിങ്ങളുടെ മാതാപിതാക്കൾ തിരുത്താത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്, മക്കൾ എന്ത് തന്തയിലായും കാണിച്ചാലും എന്നെ സപ്പോർട്ട് ചെയ്യും. വേണമെന്നല്ല കേട്ടോ, ഞാൻ അല്ലാതെ ജനറലി പറഞ്ഞ ചെയ്താലും അതിനെ അങ്ങ് പിടിച്ച് സപ്പോർട്ട് ചെയ്യും. എന്ത് തോന്നിയ കാണിച്ചാലും സപ്പോർട്ട്. എന്റെ മോൻ ചെയ്ത കറക്റ്റ്, എന്റെ മോൻ ചെയ്ത കറക്റ്റ്. ഇവിടെ എന്റെ അമ്മയെങ്ങാനും ആയിരിക്കണം, ഞാൻ എന്തെങ്കിലും തോന്നിയ ദിവസം ചെയ്യുന്ന പറഞ്ഞാൽ എന്റെ കാലേ വരെ നിലത്തടിച്ചേനെ. അങ്ങനെ അടിച്ചു വളർത്താത്തതിന്റെ കുഴപ്പമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം നമ്മുടെ മക്കൾ എപ്പോഴും നന്നായിരിക്കണം, അവരെപ്പോഴും നല്ലതായിട്ട് ഇരിക്കട്ടെ, അല്ലെങ്കിൽ അവരെ കുറിച്ച് നമ്മൾ നല്ലതായി ചിന്തിക്കണം. പിന്നെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ നല്ലതായിട്ട് മാത്രമേ പറയത്തുള്ളൂ. പക്ഷെ ഞാൻ പൈസ അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവൻ പീഡന കേസിൽ പ്രതിയാക്കുമെന്ന് പറഞ്ഞതിന്റെ എക്സ്പ്ലനേഷൻ അവര് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ത്രട്ടനിങ് പോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ പറഞ്ഞു അത് ടെക്നോളജി ആണോ എന്തോ. അവിടെ കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ടാണ് കൊല്ലത്തെ വീട്ടിലേക്ക് പോയതെന്ന് പറയുന്നത്. അതെന്താ കംഫർട്ടബിൾ ആവാത്തത്? അതാണ് നിങ്ങളുടെ പ്രശ്നം. എന്തുകൊണ്ടാണ് കിച്ചു അവിടെ കംഫർട്ടബിൾ അല്ലാത്തതെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അവന്റെ ചാനൽ വന്നിട്ട് വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഇന്നതൊക്കെയാണ് എന്റെ പ്രശ്നങ്ങൾ, രേണുമായിട്ട് ഇങ്ങനെയാണ് സഹകരണം, ആ വീട്ടുകാർ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഞാൻ ആ റൂമിൽ ഇത്ര നാൾ അടച്ചു കൂട്ടിയിരുന്നു, ഒരു മനുഷ്യൻ പോലും മൈൻഡ് ചെയ്തില്ല, അപ്പം മാത്രം ഫുഡ് കൊടുക്കാനായിട്ട് അകത്തോട്ട് വരും എന്നൊക്കെ പറഞ്ഞു. അതൊന്നും നിങ്ങളുടെ മനസ്സിൽപ്പെട്ടില്ല, അതൊന്നും നിങ്ങൾ കണ്ടില്ല, നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ മോനോട് എനിക്ക് ഭയങ്കര സ്നേഹം, മോൻ എന്ത് ചെയ്താലും നമ്മൾ സപ്പോർട്ട് ചെയ്യും. എന്തൊരു പറയട്ടെ, രേണു തന്നെ പറയും, ഇതിന് നമ്മൾ എന്തൊരു പറയട്ടെ. ഇപ്പൊ ചോദിക്കും നീയൊക്കെ അതാരാ പറയാൻ നിൽക്കും, നമ്മൾ ഇന്ന് ആവശ്യമില്ല, നമുക്ക് ബാക്കിയേക്കാം. ഇത്രയും നാൾ കംഫർട്ടബിൾ ആയിട്ട് അവൻ എത്ര ദിവസം ആ വീട്ടിലുണ്ടായിരുന്നു? ഇത്രയും നാൾ കംഫർട്ടബിൾ ആയിരുന്നു അവൻ, എത്ര ദിവസം ആ വീട്ടിൽ നിന്നു? കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് അവൻ ആ വീട്ടിൽ നിൽക്കാത്തത്. ഈ കിച്ചു വന്നിട്ട് ഒരു വീഡിയോ എടുത്തിട്ടായിരുന്നു, നിങ്ങളുടെ ആ വീടിന്റെ ഹോം ടൂർ പോലൊരു സാധനം. ആ സാധനത്തിലാണ് രേണുവിന്റെ മറ്റേ ഈ ഉണ്ടാക്കി വെച്ചിരുന്ന ഇമേജ് എല്ലാം ചീട്ടുകൊട്ടാരം വീഴുന്ന പോലെ വീണ് തുടങ്ങിയത്. ഋതപ്പനെ കാണാൻ വന്നിട്ട് വീട് ഓർമ്മ ഉണ്ടായിരിക്കില്ലല്ലേ? അന്നും രേണുവിന് ബേസിക്കലി കിച്ചുവിനെ കുറ്റം പറയാൻ പേടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ഡീലിങ്സ് ഉണ്ട് ഇവര് തമ്മിൽ, ഇവർക്കിടയിൽ എന്തോ ഒരു ഡീലിങ്സ് ഉണ്ട്. അതുകൊണ്ടാണ് രേണു ഒരിടത്തും കിച്ചുവിനെ കുറ്റം പറയാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്, എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അവന് 22 വയസ്സുള്ള യുവാവല്ലേ, ഇഷ്ടം പറയട്ടെ. അവന് സമ്പാദിക്കാറായി, അവന് പ്രമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോട്ടെ, അത് നശിച്ചു പോകാതെ നല്ല രീതിയിൽ പോട്ടെ. അത്രേ ഉള്ളൂ, നശിച്ചു പോകുന്ന നല്ല രീതിയിൽ പോട്ടെ, എല്ലാവരും നല്ല രീതിയിൽ പോട്ടെ, രേണു നല്ല രീതിയിൽ പോട്ടെ. കണക്ക് പറഞ്ഞതല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു അമ്മ അല്ലെങ്കിൽ കണക്ക് പറയാൻ പറ്റത്തില്ല മക്കൾക്ക് കൊടുത്തിട്ട്. പക്ഷെ അത് പറയേണ്ടി വന്ന അവസ്ഥ വന്നു. എന്താണ് പറയേണ്ട വന്ന അവസ്ഥ? പറയേണ്ട വന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ കിച്ചു വന്നിട്ട് രേണുവിനെതിരെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ രേണുവിന്റെ ശിങ്കിടി സംഘങ്ങളെല്ലാം കൂടെ കൂടിയിരുന്നിട്ട് വട്ടം ചേർന്ന് നിന്ന് വട്ടമേശ സമ്മേളനം കളിച്ച് അത്തള പിത്തള തള്ള ചെയ്യും മറിയും വന്ന് വിളക്കൂതി ഫു. ഇതാണ് നമ്മൾ പറയാൻ പോകുന്ന റീസൺ. രേണു അവന് പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ അങ്ങ് പ്രഖ്യാപിക്കുന്നു. തെറുത്താത്ത അല്ലെങ്കിൽ ഷെഫീന ബീവിയാണ് ഈ സാധനം പ്രചരിപ്പിച്ചതെന്ന് നമ്മൾ അങ്ങ് പ്രചരിപ്പിക്കുന്നു. ഇതിനെതിരെ നമ്മൾ ഇങ്ങനെ കുറെ പ്രചരണങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പോ എങ്ങനെ തെളിയിക്കണം? രേണു കിച്ചുവിന് കാശ് കൊടുത്തിട്ടുണ്ട് എന്ന സാധനം തെളിയിക്കണം. കിച്ചു ഒരിടത്തും രേണു എനിക്ക് പൈസ തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇവരൊരു സ്ക്രീൻഷോട്ട് പുറത്തു വിട്ടു. ഈ പുറത്ത് വിട്ട സ്ക്രീൻഷോട്ടിനകത്ത് അത്യാവശ്യം പുറത്ത് കാണിക്കാൻ പറ്റുന്ന എമൗണ്ട് ആണെങ്കിലും വേണ്ടൂല. 500, 250, 300, അത് എല്ലാ ദിവസവും അല്ല കേട്ടോ, വല്ലപ്പോഴും ആണ്ടിലും സംക്രാന്തിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. രേണു അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. എമൗണ്ട് എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങളത് എമൗണ്ട് ഹൈഡ് ചെയ്തൊരു സ്ക്രീൻഷോട്ട് പുറത്തു വിട്ടു. പിന്നെ ഈ ഹൈഡ് ചെയ്യാത്ത സ്ക്രീൻഷോട്ട് എങ്ങനെയാണ് പുറത്തു വന്നത്? സോ നിങ്ങളുടെ കയ്യിൽ ആ സാധനം ഹൈഡ് ചെയ്യാതെ അപ്പൊ ആരുടെ അടുത്ത് പോയി? നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെ ബാങ്കിന്റെ ആപ്പിൽ കയറി നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോ ചെയ്തോ, പക്ഷെ ചെയ്യരുത് കേട്ടോ. കാരണം 1 രൂപ പോലും കൊടുത്തിട്ടില്ല മക്കൾക്ക്. അവന് അതുപോലെ അവരുടെ അക്കൗണ്ട് നമ്പർ ഇട്ടിട്ട് ഒരു ബ്ലോഗർ പറയുന്നു ഒന്നും കൊടുത്തിട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു മനസാക്ഷിയുള്ള മനുഷ്യനല്ലേ നമ്മൾ. മനസാക്ഷിയുള്ള മനുഷ്യനോ? രേണുവിനാണോ മനസാക്ഷി ഉണ്ടെന്ന് പറഞ്ഞേ? എന്തൊക്കെ കോമഡികൾ കേൾക്കണമെന്നോ. ഓക്കെ, ഇനി രേണു ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദുബായിൽ നിന്ന് വരുന്നതിന് മുമ്പേ അവിടെ ഒരു ചാനലിൽ രേണുവിനെ ഇവിടെ വെളുപ്പിക്കുന്ന പോലെ തന്നെ അവിടെ നിന്ന് ഒരു ചേട്ടൻ വെളുപ്പിക്കാനായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചേട്ടന്റെ ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ചേട്ടന് രേണു ആരാന്ന് അറിയത്തു പോലും ഇല്ലെന്നുള്ള രീതിയിലാണ് ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ ഞമ്മ കൊണ്ട് കേട്ടോ. അതിനകത്ത് സീക്രട്ട് ഏജന്റിനെ പരാമർശിക്കുന്നുണ്ട്, കേൾക്കാം. വിവാദം നടക്കുന്നത് അവന്റെ ലൈവ് പറഞ്ഞു അതിനെപ്പറ്റി കുറെ. ഇനിയിപ്പം ഞാൻ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഇനി അതായിരിക്കും ചോദ്യങ്ങൾ. ഹൈലി എക്സ്പെക്ടഡ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഓൾറെഡി സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി തയ്യാറാക്കിയിട്ടാ പോയത്. അതൊക്കെ അവരോട് ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടം നമ്മൾ പറയുന്നത്. അവൻ പ്രായപൂർത്തിയായ കുട്ടിയാണ്, അവന്റെ ഇഷ്ടം പറയട്ടെ. കൊച്ചിന്റെ കാര്യമാണ് അവന് വേണ്ടിയിട്ട്. അവനൊരു കുഞ്ഞു കുട്ടിയാണ്, അവന് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും അത് വേണം. കാരണം ഒരു അമ്മ എന്ന രീതിയിൽ രേണുസുതി എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും. ഈ ചേട്ടൻ, എന്റെ പൊന്നു ചേട്ടാ, നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നുമുള്ള ആളല്ലേ?
ഈ അമ്മ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാവോ? ഈ പുള്ളിക്കാരൻ രേണു പോലും വിചാരിക്കാതെ അത്രയും വെള്ളം എടുത്ത് പൂശിക്കൊണ്ടിരിക്കുക. ചേട്ടൻ പറ. അത് പോസിറ്റീവായിട്ട് യഥാർത്ഥത്തിൽ 90% ആൾക്കാരും കാണുന്നുള്ളൂ. കാരണം എപ്പോഴും മനസ്സിലുണ്ടാകുന്ന രേണുസുതി നന്നായി തന്നെ മുന്നോട്ട് പോട്ടെ. നല്ല ആളുകൾ അങ്ങനെയാണ് ചിന്തിക്കാറുള്ളത്. എന്നെ പറ്റി ഇന്നേ നിമിഷം വരെ നല്ല മനസ്സുള്ള നല്ല ആളുകൾ. എനിക്ക് തോന്നുന്നു ഇപ്പം ഇത് പറയുമ്പോൾ തന്നെ ആൾക്കാർ പറയും, ഓ അവൾ ഉയർന്ന ആൾക്കാർ. അങ്ങനല്ല, ഇച്ചിരി ഉയർന്ന ആൾക്കാർ, അവർക്ക് വിവരവും വിദ്യാഭ്യാസം ബുദ്ധിയും ഉള്ളവര് എന്നെ ഇന്നേ നിമിഷം വരെ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ഓക്കെ, നിങ്ങൾ ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോ. വളരെ ഉയർന്ന ആൾക്കാര്, ബുദ്ധിയും വിവരവും ബോധവും ഉള്ള ആൾക്കാരൊന്നും രേണുവിനെ ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല. രേണു ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഉയർന്ന ചിന്താഗതികളുള്ള ഉയർന്ന ആളുകളൊക്കെ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. മനസ്സിലായല്ലോ? നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. നമുക്ക് ബാക്കി പറഞ്ഞേക്കാം. ശ്രദ്ധിച്ചറിയാം, സോഷ്യൽ മീഡിയ പോലും വെറുതെ ചൊറിയും കുത്തിയിരുന്ന, ഒരു പണിയില്ലാതെ ഒന്നും നടക്കാതെ ചൊറിയും കുത്തിയിരുന്ന കുറെ അലവലാദികൾ മാത്രമാണ് എന്നെ പറ്റി നെഗറ്റീവ് അടിക്കുന്നത്. അപ്പോ അലവലാദികൾ മാത്രമാണ് രേണുവിനെ കുറിച്ച് നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ രേണുവിനെ പോസിറ്റീവ് പറയുന്നൊക്കെ ഉയർന്ന ആൾക്കാരാണ്, നമ്മൾക്ക് അലവലാദികളാണ്. തീർച്ചയായിട്ടും അത് കറക്റ്റ് കേട്ടോ. കാരണം എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനുള്ള കഴിവുള്ളെങ്കിൽ ഇങ്ങനെ കുറ്റം പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ. അപ്പം ഈ ചേട്ടൻ ഇത്ര നാൾ എവിടെയായിരുന്നു? മറ്റേ ഭയങ്കര കഴിവുണ്ടായിരുന്നു ചേട്ടൻ. ചേട്ടന്റെ കഴിവ് ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. ചേട്ടൻ മര്യാദക്ക് ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? എല്ലാ രേണുവിനെ ഷുഗർ കോട്ട് ചെയ്യാനായിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ആയതുകൊണ്ട് പഠിപ്പിച്ചെന്ന്, അതായത് അതേപോലെ വന്ന് ഛർദ്ദിച്ചിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറഞ്ഞായിരുന്നു. ഒരു മനസാക്ഷിയുള്ള ചോദ്യം ചോദിക്കേണ്ട എന്റെ അണ്ണ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു നിലപാടില്ലേ? നിങ്ങളുടെ നിലപാടാണോ ഇത്? നിലപാടാണ്. ഒരുപാട് നല്ല ആളുകൾ എന്നെ പറ്റി ഒരു 100 പേര് എന്നെ നെഗറ്റീവ് പറഞ്ഞാൽ 2 പേര് എനിക്ക് പോസിറ്റീവ് പറഞ്ഞാൽ എന്റെ മൈൻഡ് ഓക്കെയാണ്, സെറ്റ്. ഓക്കെ, അതാണ് രേണുവിന്റെ ഉയർന്ന ആൾക്കാര്. 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അത് ഈ 2 പേര് പോസിറ്റീവ് പറഞ്ഞാലും ഓക്കെയാണ്. അപ്പൊ മെജോറിറ്റി ആൾക്കാർ രേണുവിനെ ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. ഈ മെജോറിറ്റി ആളുകൾക്കും ബുദ്ധിയില്ല, മറ്റേ ചെറ്റകളാണ്. ഈ 2 പേരാണ് ഉയർന്ന ആൾക്കാര്. 100-ൽ അതായത് 2% ആളുകളാണ് രേണുവിന്റെ കണക്ക് പ്രകാരം രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ 2 പേർക്ക് 2% ആളുകൾക്ക് ബുദ്ധി ഉള്ളത് കൊണ്ടാണോ സംഭവിക്കുന്നത്, അതോ ബാക്കി 98% ആളുകൾക്കും ബുദ്ധി ഉള്ളത് കൊണ്ടാണോ സംഭവിക്കുന്നത്? അത് രേണു ഈ 2% തലവനാണല്ലോ. അപ്പൊ നമുക്ക് അതിനല്ലേ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മള് ദുഃഖവെള്ളിയൊക്കെ കഴിഞ്ഞില്ലേ, ചെകുത്താനെയും യേശു ക്രിസ്തുവിനെ എടുത്തു കഴിഞ്ഞാൽ ചെകുത്താന്റെ സൈഡിലേ പറയത്തുള്ളൂ. അത്രേ ഉള്ളൂ സാധനം. അപ്പൊ നമ്മള് 98 പേര് അഴുക്ക, രേണു 2 പേര് സൂപ്പർ അടിപൊളി കിടുക്കാച്ചി. മനസ്സിലായല്ലോ? കാര്യം പിടികിട്ടിയല്ലോ. അപ്പൊ കിടുക്കാച്ചിയുള്ള ആൾക്കാര് കമന്റ് ഇട്ടോ, അഴുക്ക ആൾക്കാരും കമന്റ് ഇട്ടോ. കിടുക്കാച്ചി ആൾക്കാർ കമന്റ് ഇടുമ്പോൾ മര്യാദക്കുള്ള കമന്റ് ഇട്ടില്ലെങ്കിൽ ഞാൻ നല്ല തിരിച്ചു പറഞ്ഞു. ഞാൻ മുന്നോട്ട് അങ്ങനെ തന്നെ പോകും. ഇനി ആകാശം വിടിഞ്ഞു വീഴുന്ന പ്രശ്നം ഉണ്ടായാലും രേണു സുധി ഇങ്ങനെ പോകത്തുള്ളൂ. ഇപ്പൊ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, വാല് കൊണ്ടിട്ടേ എത്ര നീണ്ട കുഴലിനകത്തിട്ടാലും അത് കുഴൽ വരുമ്പോ പിന്നെ വളഞ്ഞു തന്നെ വരുമെന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെ പറഞ്ഞാലും രേണു ഇങ്ങനെ പോത്തുള്ളൂ. ആകാശം ഇടിഞ്ഞു വീഴാൻ ഇങ്ങനെ പോത്തുള്ളൂ. ഏത് ആകാശം ഒന്ന് ഇടിച്ചു മറിച്ച് താഴെ ഇട്ടേക്കല്ലേ, അമ്മ തള്ള തള്ളിക്കൊണ്ടിരിക്കും. നമ്മൾ ബാക്കി കൂടെ കിട്ടാം. ഇപ്പം മെയിൻ ഒരു നമ്മുടെ ഒരു എന്താ പറയാ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു വ്ളോഗർ ഉണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞ എനിക്ക് ഞാനത് മുഴുവൻ കണ്ടു കേട്ടോ. അതെ, സീക്രട്ട് ഏജന്റ് പറഞ്ഞ മുഴുവൻ കണ്ടായിരുന്നല്ലോ. എനിക്ക് അത് കേട്ടാൽ മതി, എന്നിട്ട് ഇത് ബാക്കി കേൾക്കാൻ പറ്റൂ. സീക്രട്ട് ഏജന്റ് പറഞ്ഞപ്പോ മൊത്തം കണ്ടു. ചേച്ചിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. സീക്രട്ട് ഏജന്റ് പറഞ്ഞ് കൊള്ളാം. സീക്രട്ട് ഏജന്റ് പറഞ്ഞത് രേണു സുധി എന്ന് പറഞ്ഞൊരു എക്കോ സിസ്റ്റം ആയിട്ട് ഇങ്ങനെ അല്ല. രേണു സുധി നെഗറ്റീവ് പറയുന്നത്, അത് കൂടുതൽ രേണു സുധിക്ക് വരുമാനം, ആ നെഗറ്റീവ് പറയുന്നൊരു വരുമാനം, അത് പിന്നെ വിവാദമാകുന്ന ഇങ്ങനെ എക്കോ സിസ്റ്റം ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ രേണു സുധി എന്നുള്ള ഒരു കണ്ടന്റ്. മെയിൻ ഒരു നമ്മുടെ ഒരു എന്താ പറയുക സീക്രട്ട് ഏജന്റ് വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. രേണു ചേച്ചി അത് കേട്ടില്ലായിരുന്നോ? രേണു ചേച്ചി അത് കേട്ടിട്ടുണ്ടാവില്ലോ, മൊത്തം കണ്ടെന്നല്ലോ പറഞ്ഞ്. സുധി എന്ന് പറയുന്ന ആൾ വെറും ചെറ്റയാണ്, അലവലാതെ കൂതറയാണെന്നൊക്കെ സീക്രട്ട് ഏജന്റ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോട് അഭിപ്രായം എന്തായിരുന്നു? രേണു ഷെയർ ചെയ്യുന്ന പല പോസ്റ്റുകൾക്കത്തും കിച്ചുവിനെ കുറ്റം പറയുന്നുണ്ടെങ്കിലും അത് മറ്റേ ഈ സ്വന്തം ഭർത്താവായിട്ടുള്ള കൊല്ലസുധി കൂടെ തെറി വിളിക്കുന്ന പോസ്റ്റുകൾ വരെ എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ രേണു സുധി എന്ന് പറയുന്ന ആള്. ഇവർക്കപ്പൊ എന്ത് സ്നേഹമാണ് ഈ സുധിച്ചേട്ടനോടുള്ളത് എന്ന് മനസ്സിലാവില്ല. നിങ്ങൾ ആ സീക്രട്ട് വീഡിയോ ഉണ്ട് നോക്കൂ. പുള്ളി ഒരുപാട് വിഷയങ്ങളിൽ എനിക്ക് പുള്ളിയുടെ അഭിപ്രായങ്ങളോട് നീരസമുണ്ട്, എന്നാൽ ഒരുപാട് കാര്യങ്ങളിൽ പുള്ളിയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഞാൻ സീക്രട്ട് എല്ലാ വീഡിയോ കാണുന്ന ഒരാളാണ്. ഈ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് സീക്രട്ട് എല്ലാ ഭാഗവും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുധിച്ചേട്ടനെ വളരെ കിടിലമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് രേണുചേച്ചി കണ്ടു നോക്കാം കേട്ടോ. അന്നേരം എന്നിട്ട് പറയായിരിക്കും സീക്രട്ട് സൂപ്പർ, എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ അടിപൊളി. ഇനി നമ്മുടെ ചെകുത്താനുണ്ടല്ലോ, ചെകുത്താൻ ഏതാ തിരുവല്ലയില് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ലവൻ ഈ രേണുവിന് ഒരു കാര്യം പറയുന്നുണ്ട്. കേട്ടോ, അങ്ങനെ പോട്ടെ. രേണു എന്റർടൈൻമെന്റ് പമ്പ ചേച്ചി സൂപ്പറാണ്. അതിന്റെ ഡാൻസ് എന്റർടൈൻമെന്റ് അത് അത്രയും കണ്ടു നമുക്ക് സന്തോഷം തോന്നിയോ എന്തെങ്കിലും തോന്നിക്കോട്ടെ. ചുമ്മാ തെറിവിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. ആ കമന്റ് സെക്ഷൻ അങ്ങനെ തന്നെയാ ഇവിടുത്തെ. ചപ്പാത്തി പാട്ട് കേട്ടായിരുന്നോ? ഇല്ല, ഒന്നും കേട്ടില്ല. ഞാൻ ഇത് കാണാറില്ല.
അപ്പൊ പിന്നെ നീ എന്തിനാ ഇന്നത്തെ അഭിപ്രായം ഒഴിയാൻ വന്നിരിക്കുന്നത്? നീ ഒന്നും കാണാറില്ല, നിനക്ക് തേങ്ങ ഒന്നും അറിയത്തില്ല, പിന്നെ നീ എന്തിനാണ് അഭിപ്രായം പറയാൻ നിൽക്കുന്നത്? നിനക്ക് പോയാ മോഹൻലാലിനെ സിദ്ദീഖിന്റെ പടത്തേക്ക് കയറിയ പോരെ? എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉള്ള ഒരുത്തനാണോ ഈ ചേട്ടാൻ എന്ന് പറയുന്നത്? ഇവ ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ എല്ലാം നിങ്ങൾ നോക്കിക്കോ, രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെ വേണമെങ്കിലും നിങ്ങൾ എടുത്ത് നോക്കിക്കോ, എല്ലാം ഇതുപോലത്തെ കുറെ ടീമുകളാണ്. ജാസി, ശ്രീലക്ഷ്മി, പെണ്ണുള്ള പേരെന്തായിരുന്നു, ദിയാകൃഷ്ണ അല്ലല്ലോ, അതല്ലോ, അവരുടെ പേരെന്തായിരുന്നു, പേര് മറന്നുവല്ലോ, മറ്റേ ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റ്, പക്ഷെ പേര് ഞാൻ മറന്നുപോയി. അവര് ഇവൻ എല്ലാം കണക്ക്. ദിയാകൃഷ്ണയുടെ വരിയാൻ പറ്റി കളഞ്ഞു, പുള്ളിക്കാരി നല്ല വെച്ച. എന്റെ ഫീൽഡിൽ അങ്ങനെ കൊണ്ടിട്ടില്ല, ഇതൊക്കെ മാറ്റി വെച്ചേക്കുക. പിന്നെ ഈ ആൾക്കാർ വല്ലതും ഇതുപോലെ അയച്ചു തന്ന് ദിയാസന, അതാണ് നമ്മൾ വിട്ടുപോയ പേര്, സോറി. വന്നാലേ ഉള്ളൂ. ഞാൻ എന്റെ ഈ സോഷ്യൽ മീഡിയയുടെ മൊത്തത്തിലുള്ള പ്രൊഫൈലിനകത്തുള്ള ഫീഡ്സ് വളരെ കൺട്രോൾഡായിട്ട് നേരത്തെ തൊട്ട് ചെയ്യുന്ന ആളാണ്. കാരണം എനിക്ക് പ്രത്യേക രീതിയിലുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ കാണത്തുള്ളൂ. എനിക്ക് ഇഷ്ടമുള്ള സാധനം അല്ലാത്ത ഒന്നും അവിടെ വരാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഇവരുടെ നിനക്ക് ഇഷ്ടമുള്ള സാധനം എന്താ? കൂട്ടിയിട്ട് കത്തിക്കുന്നതാണോ നിനക്ക് ഇഷ്ടമുള്ള സാമാനം? എന്റെ പൊന്നളിയ, നീ ചെയ്തിട്ടുള്ള കാര്യങ്ങളും നീ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഓർക്കണം. സഞ്ജുവിനെ അപരാധം പറഞ്ഞവനാണ് നീ. ലാലേട്ടനെ അപരാധിച്ചവനാണ് നീ. സിദ്ദിഖിനെ പോട്ടെ, എന്തെങ്കിലും ആയിട്ടെന്ന് പറയാം. നീനൊക്കെ എന്ത് ക്രെഡിബിലിറ്റി ഉണ്ട്? നീ പറയുന്നതിന് ആര് കേൾക്കും? കുറെ ഇവന്റെ രേണു കൊള്ളാം കേട്ടോ, കൂടുതലായിട്ട് ഇതുപോലത്തെ ആളുകളെ സപ്പോർട്ടിനായിട്ട് ഒരുക്കുക. എന്തായാലും രേണു ചേച്ചി മറ്റേ റസൽ കൈബയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ദുബായിലാണ് കേട്ടോ, നമ്മൾ സാധനം പറയത്തില്ല, ഞാൻ കേരളത്തിലാണ് കേട്ടോ എന്ന് പറയും. എന്തായാലും കൊള്ളാം. ഇനി കൂടുതൽ വിവാദങ്ങൾക്ക് തിരികൊള്ളപ്പെട്ട നമുക്കതെല്ലാം കണ്ട് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തുക.